ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നിങ്ങൾക്ക് ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഡ്രൈവിങ്ങിലില്ലേ? വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഗിയറുമായി ബന്ധപ്പെട്ട് ഈ ഒരു വലിയൊരു പ്രശ്നം ഡ്രൈവിങ്ങിലുണ്ട്. അതായത് ഗിയർ എങ്ങനെ മാറണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയൊക്കെയുണ്ട്. ഗിയറിന്റെ പൊസിഷനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ തിടുക്കപ്പെട്ട് ഗിയർ മാറ്റും. എന്നാൽ നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ ഗിയർ ഷിഫ്റ്റ് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ തിടുക്കപ്പെട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഗിയർ മാറ്റുക എന്നുള്ള ഒരു കാര്യമല്ല ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, നമ്മൾ പെട്ടെന്ന് ഗിയർ മാറ്റിയല്ലേ വാഹനം ഓടിക്കേണ്ടത്? പെട്ടെന്ന് ഗിയർ മാറ്റുക എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡേ അല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് റോഡിൻ്റെ സാഹചര്യം അനുസരിച്ച് താളത്തിൽ ഗിയർ മാറ്റാനാണ് നിങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കേണ്ടത്. ഇന്ന് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊന്ന് വാഹനത്തിൽ ചെയ്തു നോക്കിക്കേ. നിങ്ങൾക്ക് ഗിയർ മാറ്റുമ്പോൾ നല്ലൊരു മാറ്റം ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്യും. കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ എല്ലാ ഗിയർ നിങ്ങൾക്ക് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ഇട്ട് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വെറും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നവും പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാം. ഇതിൽ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളിൽ പല ആൾക്കാർക്കും ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന പ്രശ്നം വരും. അപ്പോൾ ഈ തെറ്റിപ്പോകുന്ന പ്രശ്നം എങ്ങനെ ഒഴിവാക്കാം? അതിന് നിങ്ങൾ ഗിയർ മാറ്റുമ്പോൾ പ്രധാനമായിട്ട് കൈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പം എൻ്റെ ഗിയർ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഗിയറിൽ വാഹനം കിടക്കുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് പരമാവധി ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ പിടിച്ച് സെക്കൻഡ് കൊടുക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെ പിടിച്ച് സെക്കൻഡ് കൊടുക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. നന്നായിട്ട് വാഹനം ഓടിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, സെക്കൻഡ് ഗിയർ ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ ചേർത്ത് സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കുക, കൈ ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങോട്ടൊരു പ്രഷർ കൊടുക്കുക. എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പ്രഷർ കൊടുത്തു പിടിച്ച് ഇവിടെ സെക്കൻഡ് ഗിയർ വരെ വരുന്ന ടൈം വരെ ആ പ്രഷർ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇതുകൊണ്ടോ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ന്യൂട്രലിൽ വന്നു. അത് അവർ കൃത്യമായിട്ട് വാഹനം ഓടിച്ച സ്ഥിര പരിചയമുള്ളവർക്ക് അത് മനസ്സിലാവും. ന്യൂട്രൽ പൊസിഷനിൽ വന്നു. അപ്പോഴും ഗിയർ ലിവറിൽ നിന്ന് അയക്കില്ല, ലെഫ്റ്റാണ് ചേർത്ത് പിടിച്ചേക്കുന്നത്. എന്നിട്ട് താഴോട്ടിടും. ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സെക്കൻഡ് ഗിയർ തെറ്റത്തില്ല, കറക്റ്റായിട്ട് ഇടാം. അപ്പോൾ ഇടയ്ക്കുള്ള ന്യൂട്രൽ മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കും സെക്കൻഡ് ഗിയർ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല പ്രഷർ കൊടുത്തിട്ട് ഫസ്റ്റ്, ന്യൂട്രൽ, സെക്കൻഡ് ഇത് ഓർത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇടണം. ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്തോ അതും കൃത്യമായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ ബലം കൊടുക്കുന്നു. എന്നിട്ട് സെക്കൻഡ്, ന്യൂട്രൽ, ഫസ്റ്റ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ കഴിയും. അപ്പോൾ ഇടയ്ക്കുള്ള ആ ന്യൂട്രലിനെ നിങ്ങൾ മറക്കരുത്. ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുന്ന സമയത്ത് ഗിയർ തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒരിക്കലും ബലം കൊടുത്ത് തേർഡ് ഗിയർ ഇടാൻ നോക്കരുത്. എന്ന് പറഞ്ഞാൽ തേർഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇതുപോലെ കൈ പിടിക്കുക. ഇങ്ങനെ കൈ പിടിച്ച് ജസ്റ്റ് മുകളിലേക്കൊന്ന് തട്ടിക്കൊടുക്കുക. അതായത് ഒരുപാട് ബലമൊന്നും കൊടുക്കണം, ചുമ്മാ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഗിയർ ലിവർ കറക്റ്റ് നടുക്കോട്ട് വരും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്കുകയാണ്. ജസ്റ്റ് ഒരു തട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പതിയെ ഒന്ന് അനക്കി കൊടുത്തപ്പം ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് ലിവർ ഇങ്ങോട്ട് വന്ന് കറക്റ്റ് നടുക്കുള്ള പൊസിഷൻ വന്ന് കിടക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്കിതുകൊണ്ട് തേർഡ് ഗിയർ ഇങ്ങനെ ഇടാം. ചുമ്മാ മേളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി, തേർഡ് ഗിയർ കറക്റ്റായിട്ട് വിടും. ഇപ്പം അപ്പോൾ ഇനി തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ വന്ന് ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ ലിവർ ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ തിരിച്ച് പിടിച്ച് ലെഫ്റ്റിലേക്ക് ചേർക്കാം ഇങ്ങനെ. എന്നിട്ട് നേരെ താഴോട്ട് ഇട്ടാൽ നമുക്ക് സെക്കൻഡ് തെറ്റത്തില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് എടുത്താലേ അത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ തേർഡിലേക്ക് ഇങ്ങനെ വന്നു. അപ്പം നമുക്ക് തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് കൈ ഇങ്ങനെ പിടിക്കുകയോ എങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഏറ്റവും നല്ലൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിച്ചിട്ട് ന്യൂട്രൽ, ഇതുകൊണ്ട് ഒരു സൈഡിലേക്കും ബലം കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു വിരൽ കൊണ്ട് ഇട്ട് കാണിക്കും. ഇതുകൊണ്ട് ഫോർത്ത് വീണു. ഇനി ഫോർത്തിൽ നിന്ന് തേർഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ വീണു. അതായത്
തേർഡ് ന്യൂട്രൽ, ഫോർത്ത്. ഒരു ബലം കൊടുക്കുക, ചുമ്മാ അങ്ങ് ഇട്ടാൽ മതി, കറക്റ്റ് ഫോർത്ത് വീഴും. ഇനി നമുക്ക് ഫോർത്തിൽ നിന്ന് തേർഡ് പോകണമെന്നുണ്ടെങ്കിലോ ഇങ്ങനെ കറക്റ്റായിട്ട് വീഴും. അപ്പോൾ ഇടയ്ക്കുള്ള ആ ന്യൂട്രലിനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ പതിയെ സാവധാനം ഫോർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫിഫ്ത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഫിഫ്ത്ത് ഗിയർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കൈ ഇങ്ങനെ പിടിക്കുക, ഇത്, എന്നിട്ട് ന്യൂട്രൽ പൊസിഷൻ ഓർമ്മയിൽ വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുന്നു, ഇതുപോലെ ഇങ്ങനെ ചേർക്കുന്നു. ഇങ്ങനെ ചേർത്ത് ഇവിടെ നമ്മളിതുകൊണ്ട് ഇവിടെ ചേർത്ത് നല്ല ബലം കൊടുക്കുന്നു. എന്നിട്ട് ഇതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ മേളിലേക്ക് അങ്ങ് ഇടുന്നു. അപ്പോൾ കറക്റ്റ് ഫിഫ്ത്ത് വരും. ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക. എന്നിട്ട് ഇതുകൊണ്ട് ഈ കൈ ന്യൂട്രൽ വന്നു കഴിഞ്ഞിട്ട് കൈ ഒന്ന് അയക്കുക. അപ്പം ലിവർ നടുക്ക് വരും. എന്നിട്ട് നേരെ താഴോട്ട് ഇട്ടാൽ മതി. അതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. അതായത് ഫോർത്ത്, ഇപ്പോൾ നമ്മൾ ഫോർത്തിൽ നിന്ന് ന്യൂട്രൽ വരുന്നു, റൈറ്റ് സൈഡിലേക്ക് ചേർക്കുന്നു, ഇങ്ങോട്ട് ഇടുന്നു, ഫിഫ്ത്ത് വീണു. ഇനി ഫിഫ്ത്തിൽ നിന്ന് നമുക്ക് ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ന്യൂട്രൽ പൊസിഷനിൽ വന്നു. എന്നിട്ട് കൈ പതിയെ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ലിവർ നടുക്ക് വരും. കണ്ടോ, നടുക്ക് വന്നു. എന്നിട്ട് പതിയെ താഴോട്ട് ഇട്ടാൽ നമുക്ക് ഫോർത്ത് വീടും. ഒരിക്കലും സെക്കൻഡ് ഗിയറിലേക്ക് ഒന്നും വീടില്ല. അപ്പോൾ ഇങ്ങനെ ഫോർത്ത് എടുക്കുക. ഇനി നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നത് എങ്ങനെയാണ്? റിവേഴ്സ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ന്യൂട്രൽ ലിവർ വരും, നടുക്കായിരിക്കും എപ്പോഴും ലിവർ കിടക്കുന്നത്. ഒരിക്കലും ഈ സൈഡിലേക്കോ ഇങ്ങനെ സൈഡിലേക്കോ പോവില്ല. ഈ സൈഡിലേക്ക് ചേർക്കുക, നേരെ താഴോട്ട് വലിച്ചിടുക. അപ്പോൾ നമുക്ക് റിവേഴ്സ് ഗിയർ തെറ്റാതെ ഇടാം. ഇപ്പം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ബ്രേക്കേ വന്നു, ക്ലച്ച് ചവിട്ടി, വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്തു. ഓക്കെ, വാഹനം ഞാനിതേ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കൈ ഇങ്ങനെ പിടിക്കുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു. അപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളൊരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ മുന്നിലുള്ള റോഡിൻ്റെ അവസ്ഥ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് വണ്ടി എടുത്തു പോകുമ്പോൾ അടുത്ത ഒരു സാഹചര്യം എന്താണ് മുന്നിലുള്ളതെന്ന് നമ്മുടെ നോട്ടത്തിൽ നമുക്ക് ആ റോഡിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടുന്ന് മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇത് കുറച്ച് മുന്നോട്ട് അവിടെ നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗട്ടർ ഉണ്ടെന്ന് എനിക്കറിയാം. ഗട്ടർ എന്ന് പറയുന്നത് വലിയ ഗട്ടറൊന്നുമല്ല, ചെറിയ ഗട്ടറാണെന്നും എനിക്കറിയാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു, ഫസ്റ്റ് കൊടുത്ത് ഇവിടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി മൂവ് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ കൊടുത്താണെങ്കിലും ആ ഗട്ടർ കയറി ഇറങ്ങി പോകുമെന്ന് എനിക്കറിയാം. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വാഹനം മുന്നോട്ട് ഓടിച്ചു പോകുമ്പോൾ മുന്നിലുള്ള റോഡ് മനസ്സിലാക്കിയിട്ട് ഏത് ഗിയർ കൊടുക്കണം, ഏത് ഗിയർ ഡൗൺ ചെയ്യണമെന്ന് നേരത്തെ നിങ്ങൾ മൈൻഡിൽ അത് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് പറയും, ഇന്ന ഗിയർ കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ആ ഗിയർ ഇട്ടാൽ മതി. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഒരു പേടിയാണ്, നമുക്ക് ചിന്ത തോന്നും അടുത്ത സെക്കൻഡ് കൊടുക്കാമോ, സെക്കൻഡ് കൊടുക്കണ്ട എന്ന് കരുതി എന്ത് ചെയ്യും, പലരും ഫസ്റ്റ് ഗിയറിൽ തന്നെ അങ്ങ് പോകും. പക്ഷേങ്കിൽ നിങ്ങൾ ഗിയർ ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയാലേ നമുക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി പ്രാക്ടീസ് എടുക്കുക, ഒറ്റയ്ക്ക് ഓടിക്കരുത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാനിതേ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് ലെഫ്റ്റ് മിററൊക്കെ ചെക്ക് ചെയ്ത് പതിയെ വണ്ടി ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, എടുത്തിട്ട് സെക്കൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ തിടുക്കപ്പെട്ട് സെക്കൻഡ് കൊടുക്കുക എന്നുള്ളതല്ല, താളത്തെ സെക്കൻഡ് ഇടണം. അതിനെന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. മൂവ് ആക്കുന്ന സെയിം ടൈമിൽ തന്നെ ഇടത്തെ കാൽ ഇതുപോലെ ക്ലച്ചേ വെച്ചേക്കണം, ഇതുപോലെ. അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം, ഇടത്തെ കൈ ഗിയർ ലിവറിലും വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു കൈ കൊണ്ട് ഞാനിവിടെ സ്റ്റിയറിംഗ് അങ്ങോട്ട് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയം ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു താളം നിങ്ങൾക്ക് കിട്ടണം, കറക്റ്റായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ടുള്ള ഒരു താളം. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടപ്പോൾ ആ ഒരു താളം വന്നു. ഈ താളം എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടിയത് എങ്ങനെയൊക്കെയാണ്, ഒന്ന് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കി, അത് ഒരു താളത്തിലുള്ള ഒരു ആക്സിലറേഷനാണ് ഞാൻ കൊടുത്ത് നല്ല രീതിയിൽ മൂവ് ആക്കി. എന്നിട്ട് എപ്പോൾ ആക്സിലറേഷൻ അയച്ച സെയിം ടൈമിൽ പെട്ടെന്ന് അങ്ങോട്ട് ക്ലച്ച് ചവിട്ടി ഇടത്തെ കൈ ഗിയർ ലിവറയിലും വെച്ചേക്കുവാണ്. ക്ലച്ച് ചവിട്ടിയ സെയിം ടൈമിൽ ഗിയർ നമ്മൾ ചേർത്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ പറഞ്ഞ ആദ്യം മെതേഡിലേക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ വീണാൽ ഉടൻ തന്നെ എന്ത് ചെയ്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ തിടുക്കപ്പെട്ടല്ല ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു താളം മനസ്സിലാക്കി നമ്മളൊരു പ്രത്യേക താളത്തിൽ ഇട്ടപ്പോൾ എന്ത് ചെയ്തു, അവിടെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റിയില്ല. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഇപ്പം ഇനി നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. തേർഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുന്നമേയുള്ള റോഡ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ഇവിടെ സെക്കൻഡ് ഗിയർ വരുന്നു, ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പതിയെ സെക്കൻഡ് ഗിയറിൽ തന്നെ ഇങ്ങനെ കയറ്റം കയറി വരുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത തേർഡ് ഗിയർ കൊടുക്കുന്നത് സാധാരണ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലൊക്കെയാണ് നമ്മൾ തേർഡ് ഗിയർ സാധാരണ കൊടുക്കുന്നത്. ചെറിയ വളവാണെങ്കിലും ചെറിയ കയറ്റങ്ങളിലൊക്കെ കൊടുക്കാം. അപ്പോൾ തേർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്
വണ്ടിക്ക് മൂവ് ആക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ സെക്കൻഡ് ഗിയർ വരികയാണ്. സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് വരുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വണ്ടി ഇടതാക്കുന്നു, ഇടത്തേക്ക് എടുത്ത് ഗിയർ ലിവറിലും വെച്ചു, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി. ആ സെയിം ടൈമിൽ ഇടത്തേക്കാലെടുത്ത് ക്ലച്ചേ വെച്ചു. ആക്സിലറേഷൻ എപ്പോൾ കുറച്ചോ അപ്പോൾ തേർഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കിക്കേ, കറക്റ്റ് ടൈമിങ്ങിൽ ഞാൻ ഗിയർ ഇട്ടപ്പോൾ എന്തെങ്കിലും തിടുക്കം എനിക്ക് വന്നോ? ഞാൻ വളരെ കൂളായിട്ട് ടൈം എടുത്തൊക്കെയാണ് ഗിയർ ഇട്ടത്. അപ്പോൾ തേർഡ് ഗിയർ എനിക്ക് കറക്റ്റായിട്ട് ഇടാനായിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഫോർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഫോർത്ത് കൊടുക്കുന്ന ഒരു മെത്തേഡും ഈ രീതിയിൽ തന്നെ ആയിരിക്കണം. അതായത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ ഇടത്തേക്കാലെടുത്ത് ഇവിടെ വെക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പോൾ കറക്റ്റായിട്ട് ഇടാം. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തോ ഇവിടെ ഒരു കയറ്റം വന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നേരത്തെ ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് വെച്ച് എനിക്ക് എപ്പോൾ വേണേലും ഡൗൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിരപ്പായിട്ടുള്ള പ്രതലവും കയറ്റം വന്നു, ഞാൻ അഡ്വാൻസ് തേർഡ് കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു. വീണ്ടും കയറ്റമാണ്, ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് വെച്ചു, ആക്സിലറേഷൻ ഞാൻ അയച്ചു, ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് ഗിയർ അഡ്വാൻസ് ചെയ്തു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു ജംഗ്ഷൻ വന്നു, ക്ലച്ച് പിടിച്ചു, ഫസ്റ്റ് കൊടുത്തു. മനസ്സിലായി? അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എൻ്റെ ഇടത്തേക്കാല് ക്ലച്ചിൽ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, കൈ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, സ്റ്റിയറിംഗ് പ്രോപ്പറായിട്ട് ബാലൻസ് ആക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ എൻ്റെ ആക്സിലറേഷൻ്റെ കൺട്രോളിങ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഒരു തരത്തിലുള്ള തിടുക്കം ഉണ്ടാകത്തില്ല. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിക്കോ, നിങ്ങൾക്ക് 100% പ്രയോജനം ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.